ഹായ് ഓൾ, ഡോക്ടർ Salim. ഈ എണ്ണപലഹാരങ്ങളെല്ലാം നമുക്ക് വളരെ ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ചും പഴംപൊരി, അതുപോലെ ഉഴുന്നുവട, മുളക് ബജി, മുട്ട ബജി, ഇതെല്ലാം നമ്മൾ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണമയം കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് ഈ പലഹാരങ്ങളകത്ത് വെച്ച് അമർത്തി അതിൻ്റെ അകത്തുള്ള എണ്ണ മാക്സിമം ഒപ്പിയെടുക്കാനായിട്ട് നോക്കും. എണ്ണ ശരീരത്തിൽ കയറരുത്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരരുത് എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് തികച്ചും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒരു വർഷം മുമ്പ് ചെയ്തതാണ്. പക്ഷേ അന്ന് അധികം ആളുകളൊന്നും അതിന് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇപ്പം FSSAI, അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇപ്പോൾ കർശനമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാരണവശാലും ന്യൂസ് പേപ്പറിൽ ആഹാരം പൊതിഞ്ഞു കൊടുക്കരുത്. കാരണം ഇതിനകത്തുള്ള മഷി മാരകമായ രാസവസ്തുക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ പൊതിയുമ്പോൾ ഈ മഷി ഈ ഭക്ഷണത്തിലോട്ട് ഇറങ്ങും, നമ്മളത് കാണില്ല. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ കുറേ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്ക് ഇപ്പോൾ പല കാരണങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ കാരണമായിട്ട് ഇത് മാറാം. ഇപ്പോൾ പത്രത്തിൽ ഉപയോഗിക്കുന്ന ഈ മഷിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടകരമായിട്ടുള്ള ബയോ ആക്റ്റീവ് നിറമുള്ള പിഗ്മെൻറ്റുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഹാരത്തിലോട്ട് വരികയാണ്. ഇത് ശ്വാസകോശം, ദഹനനാളം, മൂത്രാശയ, അർബുദം വരെ ഉണ്ടാക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഈ അർബുദത്തിനൊന്നും കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ ആവാം. പിന്നെ ഹൈഡ്രോ കാർബൺസുകൾ, നാഫ്തലിനൊക്കെ ഇതിൻ്റെ അകത്ത് ഈ മഷിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആഹാരം പൊതിഞ്ഞു തരുന്ന സമയത്ത് പേപ്പറിൽ പൊതിയരുത് എന്ന് പറയണം. പ്രത്യേകിച്ചും ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ. അപ്പോൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലെഡ്, കാഡ്മിയം, ഗ്രാഫൈറ്റ്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ലെഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായി എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശക്തമായ വയറുവേദന ഉണ്ടാവും, വിട്ടുവിട്ടുള്ള മലബന്ധം, വിട്ടുവിട്ടുള്ള തലവേദന, കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണം. ഇത് പ്രധാനമായിട്ടും പല ആളുകളിലും കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മഷി ഇങ്ങനെ ശരീരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പത്രപടലാസുകളിൽ ഇങ്ങനെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഓർമ്മക്കുറവ്, വളർച്ച കുറവ്, രക്തക്കുറവുണ്ടാവും, മുതിർന്നവരിൽ രക്തസമ്മർദ്ദം ഉണ്ടാവും, വൃക്ക തകരാറ്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞാൽ അർബുദം ഉണ്ടാവാം, വന്ധ്യത ഉണ്ടാവാം. ഇതിൻ്റെ ഒന്നും കാരണങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ കാരണങ്ങൾ അറിയാതെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇതുപോലുള്ള എൻവയോൺമെൻറ്റൽ ടോക്സിൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ്. അപ്പോൾ അത് ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല കുട്ടികളിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലെഡിൻ്റെ ലെവൽ 5 മൈക്രോഗ്രാമിൻ്റെ മുകളിലാണ്. 5 മൈക്രോഗ്രാമിൻ്റെ മുകളിലാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. സ്ത്രീകളിലും, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിലും ഇതിൽ ലെഡിൻ്റെ കണ്ടന്റ് വന്നാൽ അവരെ പ്രതികൂലമായി വളരെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ MBBS ഒക്കെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഈ കടകളിലൊക്കെ പോയിരുന്ന് ഈ ഏത്തയ്ക്കപ്പം, പ്രത്യേകിച്ചും നമ്മൾ പഴംപൊരി ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അമർത്തി തന്നെയാണ് കഴിച്ചത്. പക്ഷെ അന്ന് അറിഞ്ഞില്ലായിരുന്നു. അറിവുണ്ടായ സമയം തൊട്ട് അത് ഒഴിവാക്കി. അപ്പം നമ്മൾ ഇതുവരെ അറിവുണ്ടായ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. 1-2 ദിവസം കഴിച്ചെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ എണ്ണ എടുക്കാമെന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? നമുക്ക് സാധാരണ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മഷി പുരളാത്ത തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തുണി ഏറ്റവും നല്ലൊരു കാര്യമാണ്. എണ്ണ ഒപ്പിയെടുക്കാനായിട്ട് നമുക്ക് തുണി വെച്ചും പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരിലോട്ടും എത്തിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ അധികം ആൾക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നി. ഇപ്പോഴും ഈ മിസ്റ്റേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു അറിയിപ്പും കൂടെ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരിലോട്ടും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു പ്രവണത അവിടെ സ്റ്റോപ്പ് ആവുകയും ഈ ഒരു അസുഖത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ D Better Life ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.